ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ചോറ്റാനിക്കര പോയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ അത് പോസ്റ്റ് ചെയ്യും. ഇതെന്തായാലും ഷോർട്സ് ആയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തുനിന്ന് വേണാട് എക്സ്പ്രസ്സിലായിരുന്നു പോയത്. അതാണെങ്കിൽ ഒരു 6:40 ആ ടൈമിലാണ്. 5:50 മെമു ഉണ്ട് എറണാകുളം വരെ, പക്ഷേ അത് കുറച്ചൊക്കെ നേരത്തെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേണാടിലാണ് പോയത്. അപ്പോൾ കുറേ പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ ചോറ്റാനിക്കര പോകുന്നതെന്ന്. സോ ഈ ഒരു ടൈമിൽ പോകാൻ പറ്റുന്നവർക്കൊക്കെ കൊല്ലത്തുനിന്ന് 6:40 ഐ തിങ്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് ഈ ട്രെയിൻ എടുക്കുന്നത്. സോ അതിന് മുമ്പുള്ള ട്രെയിൻ ടൈമിങ്സ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ ഇടാം. കാര്യം ഞങ്ങൾ പല പല ടൈമിൽ പോകാറുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ടൈമിംഗ് ഒക്കെ അറിയാം. കാര്യം എൻ്റെ അമ്മയുടെ വീട് അവിടെ ആണല്ലോ. സോ കൊല്ലത്തുനിന്ന് 6:40 ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 5 മണിയുടെ ബസ്സിലാണ് കയറിയത്. അപ്പോൾ ഞാൻ 4 മണിക്കൊക്കെ എണീറ്റായിരുന്നു. അപ്പോൾ എൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്തു. അമ്മയാണെങ്കിൽ അത് ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ നേരം ഉറങ്ങി. കാര്യം ഈ വേനാടിൽ പണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് മുമ്പ് ഈ മെമു ഒക്കെ ഇട്ടതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ അത് തൃപ്പൂണിത്തുറയിലാണ് ഇറങ്ങിയത്. സോ ഇങ്ങനത്തെ എക്സ്പ്രസീവ് വരുവാണെങ്കിൽ തൃപ്പൂണിത്തുറ വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ പിന്നെ എറണാകുളത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല. തൃപ്പൂണിത്തുറ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് നമുക്ക് കുറച്ചും കയറിയാൽ ബസ് കിട്ടും, പ്രൈവറ്റ് ബസ് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ചോറ്റാനിക്കര ബസ് കിട്ടും, പിറവം ബസ് കിട്ടും. ഇതിൽ ഏതിൽ കയറിയാലും നമുക്ക് അമ്പലത്തിൻ്റെ ജംഗ്ഷനിൽ വന്നിറങ്ങാം. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ വീട്ടിലൊക്കെ പോയായിരുന്നു. അതൊന്നും ഈ വീഡിയോ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുക. അമ്പലമാണെങ്കിൽ ഇപ്പോൾ പണി നടക്കുവാണ് അവിടെ, അതുകൊണ്ട് തന്നെ ഇച്ചിരി നേരത്തെ അടയ്ക്കുവാണ്. ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല, വെളിയിൽ നിന്നാണ് തൊഴുതത്. ആക്ച്വലി അമ്പലം 12 മണി വരെയൊക്കെ തുറക്കുന്നതാണ്. ഈ പണി എടുക്കുന്നതുകൊണ്ട് 10:30 10:15 ആയപ്പോഴും അടച്ചു. അതുകൊണ്ടാണ് തൊഴാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഈ ട്രെയിനിൽ പോയി സുഖമായിട്ട് നമുക്ക് തൊഴാനൊക്കെ പറ്റും. തിരിച്ച് വന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1:50 ആകുമ്പോൾ തൃപ്പൂണിത്തുറയിൽ മെമു ഉണ്ട് കൊല്ലം വരെ. കൊല്ലം അല്ല, പുനലൂർ വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ.